നമസ്കാരം, എല്ലാവർക്കും ഇമ്മോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസ്സയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഈസിയായി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രൈ ഈസ്റ്റ് ആണ്. പിന്നെ 250 ഗ്രാം മൈദ, പിന്നെ ഒരു 150 ml വാട്ടർ. ഇത് നമ്മൾ മൈദ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളമാണ്. അതായത് ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു 3 ടീസ്പൂൺ ഓയിൽ, പിന്നെ പിസ്സ സീസണിങ്. അത് മാർക്കറ്റിലൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ പിസ്സ ബേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദയും അതിലേക്ക് നമ്മൾ ഈസ്റ്റ്, പിന്നെ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് എന്താവണം, നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ഇത്തിരി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് പിസ്സ ആൻഡ് ഗാർലിക് ബ്രെഡ് സീസണിങ്, അതായത് നല്ലതായിട്ട് സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല സ്പൈസി ആയിരിക്കും. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഒരു മീഡിയം റേറ്റ് ആണ്, ഓവർ റേറ്റ് ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് ഒന്നായിട്ട് ഒരുമിച്ച് ചേർക്കുന്നില്ല, നമ്മൾ ഇത്തിരി ഇത്തിരി ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ എടുക്കുന്ന വെള്ളം ഇളം ചൂടുള്ള വെള്ളമാവാൻ ശ്രദ്ധിക്കണം. ഓവർ ചൂടുണ്ടായാൽ ഇതൊരു മൈദ ഈ മാവ് എന്തായിട്ടും ഒരു ഒട്ടിപ്പോവും. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഏകദേശം ഈ ഒരു പരുവത്തിലാവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, കുഴച്ചെടുക്കണം. ഇനി ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമ്മൾ നന്നായിട്ട് ഒരു തുണി കൊണ്ട് അടച്ചു വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ അടച്ചു വെക്കണം. അപ്പൊ ഈ ഒരു 2 മണിക്കൂർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യമായി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പൊ അതിനൊന്ന് ഡ്രസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മുളകും പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലോർ. ഇത് 3 ഉപയോഗിച്ച് നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാല തേപ്പിച്ച ആ ഒരു ചിക്കൻ നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല ചീൻചട്ടിയിലൊക്കെ പോവാണ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ ചെറിയ ചെറിയ പീസുകളും നമ്മൾ എന്ത് ചെയ്തു, നന്നായിട്ട് വറുത്തെടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ആ പിസ്സയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒണിയനും നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടും നമ്മൾ പിസ്സയുടെ മുകൾ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഈ നെക്സ്റ്റ് നമ്മൾ പിസ്സ തയ്യാറാക്കുന്ന പാത്രം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഓയിലോ നെയ്യോ വെച്ചിട്ട് എന്ത് ചെയ്യണം, അടിയിലും തടവണം, അല്ലെങ്കിൽ അത് അടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓയിലാണ് എടുക്കുന്നത്, ഓയിൽ വെച്ച് തടവാണ് നന്നായിട്ട്. അപ്പൊ നമ്മുടെ പാത്രമൊക്കെ സെറ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾ ആ മാവ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കണം. നമ്മുടെ ആ ഒരു പാത്രത്തിന്റെ വട്ടത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നല്ല കട്ടിയിൽ തന്നെ വേണം പരത്തിയെടുക്കാൻ. അതായത് നൈസ് ആവരുത്, നല്ല കട്ടിയോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പരത്തിയെടുക്കണം. ഇനി നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അത് സെറ്റ് ആക്കുകയാണ്. ഇനി ഈ ബേസിന്റെ മുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പിസ്സ സോസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്, റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ പിസ്സ സോസ് എടുത്ത് എന്ത് ചെയ്യാണ്, ബേസിൽ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇങ്ങനെ ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മോസില്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും നമ്മളത് ഈക്വലി ആഡ് ചെയ്യണം. അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഒരു പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചീസ് തന്നെയാണ്. ഇപ്പോൾ ചീസ് എല്ലാ ഭാഗത്തും വിതറിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻ അതുപോലെ ക്യാപ്സിക്കം അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, വേറെയും ചില കായ്കളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതൊന്നും ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രണ്ടും മാത്രമേ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എല്ലാ ഭാഗത്തും വെക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം പിസ്സ നമ്മൾ കട്ട് ചെയ്താണ് കഴിക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കിട്ടുള്ളൂ, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം എല്ലാം സെറ്റായി. ഇനി നമുക്ക് ആ പിസ്സ ഗാർലിക് ബ്രെഡ് സീസണിങ്ങിൻ്റെ ഫ്ലേവർ, അതായത് സ്പൈസി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതൊന്നും കൂടെ ഒന്ന് മുകളിലൊന്ന് വിതറാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സെറ്റും റെഡിയായി. ഇനി ഇത് ഓവനിലേക്ക് വെക്കുക എന്നുള്ള പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഓവനിലേക്ക് നമ്മൾ വെക്കുകയാണ്. ഇതിന് ഒരു പിസ്സയുടെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 180 ഡിഗ്രി ആണ്. ആ ടെമ്പറേച്ചറിൽ ഒരു 20 മിനിറ്റ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വേറെ റെസിപ്പിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.